ചെസ് മല്ലുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നൊരു അമേരിക്കക്കാരൻ അണ്ണാച്ചിയെ കിട്ടിയേക്കുന്നത്. അമേരിക്കക്കാരൻ അണ്ണാച്ചിയുമായിട്ടുള്ള നമ്മൾ അടിപൊളി ഒരു കളിയാണ്. അപ്പോൾ കാണുക, അവസാനം വരെ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ E4 കളിച്ച് കിങ്സ് പോൺ ഓപ്പണിങ്. യെസ്, നമ്മൾ E4 ആണ് കളിച്ചത്. അവർ E5 കളിച്ചിട്ടുണ്ട്. നൈറ്റ് F3. നൈറ്റ് നമ്മൾ കുതിരയെ ചാടിച്ചിട്ടുണ്ട്. രണ്ട് സൈഡിൽ നിന്ന് കുതിരയെ ചാടിക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. ദെൻ D6, അവിടുന്ന് D6 കളിച്ചു. ഇതിനെ പറയുന്നത് ഫില്ലിയർ ഡിഫൻസ് എന്നാണ് പറയുന്നത്. അറിയാത്തവരൊക്കെ ഒന്ന് ജസ്റ്റ് കുറിച്ച് വെച്ചേക്കും. അടുത്ത് ബിഷപ്പ് B5. ബിഷപ്പ് B5 ആനയെ കൊണ്ടുവന്നിട്ട് അവൻ്റെ രാജാവിനെതിരെ ഒരു ചെക്ക്. എന്ത് ചെയ്യാൻ പറ്റും? മണ്ടൻ, അതാണ് നീ എന്തൊരു മണ്ടത്തരാടാ കാണിച്ചേ. പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ കിങ്ങിനെ മാത്രം മാറ്റി കളിച്ച്. കിങ്ങിനെ മാറ്റി കളിക്കേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. കിങ്ങിന്റെ സ്ഥാനം മാറിയില്ല. സ്ഥാനം മാറിയാൽ വല്ലതും നടക്കുക കാര്യങ്ങൾ. ഇനി എന്തുമാത്രം കഷ്ടപ്പെടണം എന്നെ തോപ്പിക്കണമെങ്കിൽ. ഇതൊരു മോശം മൂവ്മെന്റ് ആണ്. കണ്ടവരെല്ലാം ഒന്ന് മോശം മൂവ്മെന്റ് ആണോ അല്ലയെന്നൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. എന്നെ സംബന്ധിച്ചത് മോശം മൂവ്മെന്റ് ആയിരുന്നു. ദെൻ D4 കളിച്ചു, സെന്റർ പിടിക്കാൻ വേണ്ടി. നൈറ്റ് F6 കളിച്ചു. എന്തായാലും കിങ്ങിനെ അവിടെ തന്നെ വെച്ചത് കൊണ്ട് തന്നെ കിങ് നൈറ്റ് F6 കുതിര ഇറക്കിക്കൊണ്ട് വരിക കേട്ടോ. നമ്മൾ വെട്ടി കുതിരയ്ക്ക് എതിരെ ഒരു അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. കുതിരയുടെ കഴുത്ത് നമ്മൾ അറക്കും. അതിനു മുമ്പ് നമ്മുടെ എല്ലാം അറുത്തോണ്ട് പോയേ. ഡി ക്യാപ്ചർ E5. ദെൻ മന്ത്രിയെ മാറ്റി. കാരണം മന്ത്രിയെ വെട്ടിയാലേ ആകെ ഗുലുമാലോ. ഈ സാമാനം വന്ന് ഇങ്ങനൊരു വെട്ടുണ്ട് മന്ത്രിയെ കൊണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ മന്ത്രിയെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. മന്ത്രിയെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ മന്ത്രിയെ വെട്ടിക്കൊണ്ടുപോയിട്ട് കളി ചിലപ്പോൾ എൻ്റെ മന്ത്രി പോയാൽ ഞാൻ പെട്ടെന്ന് തോക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ മാറ്റിയിട്ടുണ്ട്. യെസ്, അടുത്ത ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ബിഷപ്പ് കുട്ടനെ അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറ്റി. എന്തായാലും നമ്മുടെ ആനയാണ്, നമ്മുടെ കൊമ്പനാണ്, നമ്മുടെ തങ്കക്കുടമാണ്. അതുകൊണ്ട് നമ്മുടെ തങ്കക്കുടമായ ഈ കൊമ്പനെ നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. നമ്മൾ മാറ്റി രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നു. ബിഷപ്പിനെ C4 മാറ്റുന്നു. നമ്മൾ അടുത്ത എഴുന്നള്ളത്തിന് ഇറക്കാനുള്ള സാമാനം കേട്ടോ. ഇതൊന്നും എന്തായാലും ആനയെ മാറ്റിയിട്ടുണ്ട്. ദെൻ അവർ മന്ത്രിയും കൊണ്ട് തള്ളിക്കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. B6 മന്ത്രിയെ കൊണ്ടുവന്ന് B6 കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. B6 കൊണ്ടുവന്നിട്ട് ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നൈറ്റ് വെച്ച് ആ ആളെ എടുത്തു. ചെറിയ ചേക്കന്മാരെ നമ്മളിവിടെ വെച്ചോണ്ടിരിക്കത്തില്ല. കൈ കിട്ടിയ സമയം കൊണ്ട് തന്നെ അവനെയൊക്കെ എടുത്ത് തീർക്കണം. കിങ് എന്തായാലും സ്ഥാനം മാറി കേട്ടോ. മുന്നോട്ട് വന്നവൻ പിന്നോട്ട് വേസ്റ്റ് മൂവ്മെന്റ് ആയിരുന്നു നേരത്തെ കാണിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ മണ്ടത്തരം ഇപ്പൊ കാണിക്കാൻ പറ്റത്. വളരെ വേസ്റ്റ് മൂവ്മെന്റ്. കിങ് E8 കളിച്ചു. നമ്മൾ അടുത്ത ആനയെ കൊണ്ട് വന്നു. നമ്മുടെ ആന എന്തായാലും കൊമ്പനല്ലേ, നമ്മുടെ കൊമ്പൻ അവരുടെ മന്ത്രി എടുക്കാൻ വേണ്ടി മിസ്സാക്കുമോ എന്തോ. ചെക്കൻ അത് കാണാതിരുന്നാൽ മിസ്സാക്കും. ഞാൻ അവനെ പോയി വിട്ടും. ബുദ്ധിമാനായ കളിക്കാരനല്ലേ, അമേരിക്കക്കാരൻ അണ്ണാച്ചില്ലേ, നൈസിന് പോയി എടുത്തോളും. എന്തായാലും നമ്മൾ ആനയെ വെച്ചിട്ട് അവരുടെ മന്ത്രിക്കിട്ട് ഒരു പണി കൊടുക്കാൻ നിൽക്കുകയാണ്. ആനയുടെ തുമ്പിക്കയിൽ ഇരിക്കുമെന്ന് അറിയത്തില്ല. മന്ത്രി എടുത്ത് മാറ്റുന്നോന്നും അറിയത്തില്ല. അതോ മന്ത്രി വെച്ച് ആനയുടെ തല വിട്ടുപോകുമെന്ന് അറിയത്തില്ല. പക്ഷെ ആനയെ വെട്ടിയാൽ സമ്മതിക്കത്തില്ല. ആനയെ വെട്ടിയാൽ അവൻ്റെ മന്ത്രി പോകുന്ന പോക്ക് കണ്ടം വഴിയായിരിക്കും. അത് നമുക്കറിയാമല്ലോ. പേടിച്ച് മാറ്റി. മന്ത്രിയെ C7 മാറ്റിയിട്ടുണ്ട്. പേടിച്ചു. നമ്മളൊട്ടും പേടിയില്ലാതെ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിഷപ്പിനെ കൊണ്ട് നമ്മുടെ ആനയെ കൊണ്ട് തന്നെ, നമ്മുടെ കൊമ്പന്മാരെ കൊണ്ട് തന്നെ നമ്മൾ മന്ത്രിയെ കിങ്ങിനെ പൂട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഏകദേശം കളി തോറ്റ മട്ടാണ്. ടൈം ഔട്ട് ആവുന്ന പുള്ളി അനക്കാതിരിക്കുകയാണ്. ഏകദേശം ടൈം ഔട്ട് ആയി വരുന്നു. കളി നമ്മൾ ജയിച്ചു. അപ്പം ജയിക്കാതെ അവിടെ പോവാനാ. പുള്ളി കളഞ്ഞിട്ട് പോയെന്ന് തോന്നുന്നു. പുള്ളി സമ്മതിച്ച് കളഞ്ഞിട്ട് പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലുള്ള ചെസ് വീഡിയോസ് കാണണമെങ്കിൽ ചാനലിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കണം. അതെല്ലാം നിങ്ങളങ്ങ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.